അങ്ങനെ 1.5 കിലോ ഉള്ളൊരു മീൻ ഫ്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. നല്ല വലിപ്പമുള്ളൊരു കട്ട്ള മീൻ, തൊലിയൊക്കെ ഉരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യാൻ പോവാണ്. ഫ്രൈ ചെയ്യാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ തോലൊക്കെ ഉരിഞ്ഞ് ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിന് വേണ്ട സാധനങ്ങൾ: ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, കുറച്ച് മൈദ, കോൺഫ്ലവർ മാവ്, കുരുമുളക് പൊടി, ചെറുനാരങ്ങ ഒരു മുറിയും കൂടെ വേണം, കാശ്മീരി ചില്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. അപ്പം നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് അരച്ചെടുക്കുക. ഉപ്പ്, ഇഞ്ചി, ചെറിയുള്ളി, വെളുത്തുള്ളി ഒന്ന് അരച്ചെടുക്കാൻ പോവാണേ. അങ്ങനെ നമുക്ക് ചെറുനാരങ്ങ, ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഒക്കെ അരച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് ചെറുനാരങ്ങ ഇതിനകത്തേക്ക് പിഴിഞ്ഞ് ചേർക്കാം കേട്ടോ. ഒരു 1.5 ചെറുനാരങ്ങ ഞാൻ ചേർക്കണ്ടേ, അപ്പോഴേ പുളിയൊക്കെ ആവശ്യത്തിന് ചേരുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ നല്ല ശുദ്ധമായ നമ്മളാട്ടിയ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ. ഞാനിതൊക്കെ എന്തിനാണ് ഇങ്ങനെ പറയണതെന്നറിയോ? നമ്മുടെ അടുക്കള കയറാത്ത കുഞ്ഞുമക്കളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്, അമ്മച്ചി എത്രയോ മുളക് പൊടി ചേർക്കണ്ടേ, എത്രയോ ഉപ്പ് ചേർക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്നവർ അത്യാവശ്യ ഘട്ടത്തിൽ ഇത് ഉപയോഗം ഉണ്ടാവും കേട്ടോ ഈ വീഡിയോ. നമ്മൾ വെളിച്ചെണ്ണയൊക്കെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഉപ്പ്, കാശ്മീരി ചില്ലിപ്പൊടി. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് കുഴച്ച് ക്ലിയർ ചെയ്യാം കേട്ടോ. നല്ലവണ്ണം ഉള്ളിലേക്ക് കത്തി കയറ്റിയിട്ട് നന്നായി കയറണം കേട്ടോ. ഇത് കണ്ടോ, ഇതാ, അല്ലെങ്കിൽ അരപ്പൊന്നും പിടിക്കൂല. ഞാനിതിൽ അരപ്പ് നന്നായി പിടിക്കാനായിട്ട് ഇതാ ഇങ്ങനെ ഒന്നും കൂടെ വിലങ്ങനെയും കൂടെ കീറി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഒരുപാട് മുള്ളില്ലാത്ത മീനാണ്. അപ്പോൾ ചെറിയ കഷ്ണങ്ങളും മുണക്കായി. ഇത് കണ്ടോ. ഇനി നമ്മുടെ അപ്പം ഞാൻ അരപ്പ് തേച്ച് പിടിപ്പിക്കും. നമ്മുടെ അരപ്പ് ഇവിടെ റെഡിയാണ് കേട്ടോ. കണ്ടല്ലോ അരപ്പ്. അപ്പം ഞാൻ അരപ്പിനെ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാൻ പോകണം കേട്ടോ. നമ്മൾ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനായിട്ട് എണ്ണ തേപ്പിക്കുകയല്ലേ, അതുപോലെ അങ്ങ് തേച്ച് പിടിപ്പിക്കാൻ പോകണം കേട്ടോ. ഇതാ കണ്ടല്ലോ. ഈ പീസ് നമ്മൾ കീറിയിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഇതിനകത്തേക്ക് മുളക് തേച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. അങ്ങനെ കട്ട്ള മീൻ നല്ലോണം മുളകൊക്കെ പുരട്ടി നമ്മുടെ മസാല അങ്ങനെ തേച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ലോണം തേച്ച് പിടിപ്പിക്കണം, അപ്പോൾ തന്നെ അത് നമുക്ക് മൊരിച്ചെടുത്താൽ നന്നായിട്ടുണ്ടാവുള്ളൂ. പൊള്ളിച്ചെടുക്കുമ്പോൾ മസാലയുടെ ഒരുപാട് വേവിച്ചെടുക്കണ്ടല്ലോ, നമ്മൾ നൈറ്റായിട്ട് വേവിച്ചാണ് നമ്മൾ എടുക്കണേ. അപ്പോൾ നന്നായി മസാലയും കറിവേപ്പിലയൊക്കെ തേച്ചിട്ട് നമുക്ക് നന്നായി പുരട്ടിയെടുക്കാം. അതിൻ്റെ ആ സൈഡിൽ കൂടിയൊക്കെ നന്നായി പൊത്തി പിടിപ്പിക്കണം കേട്ടോ. അപ്പം തന്നെ, അല്ലെങ്കിൽ വലിയ മീനല്ലേ, അപ്പോൾ അതിൻ്റെ ഇതുണ്ടാവില്ല. അതുപോലെ ഉള്ളിലും പിടിപ്പിച്ച് കൊടുക്കുക നന്നായിട്ട്. അപ്പോൾ അത് നന്നായിട്ട് തട്ടി പൊത്തി എടുത്തിട്ടുണ്ട്, നല്ലോണം കുളിപ്പിച്ചെടുത്തിട്ടുണ്ട്. വലിയ ചട്ടി അടുപ്പ് വെക്കുകയാണ് കേട്ടോ. നല്ല കട്ടിയുള്ള ചട്ടി വയ്ക്കണേ. വയ്ക്കുമ്പോൾ നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 1/4 ലിറ്റർ വെളിച്ചെണ്ണയോളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വെളിച്ചെണ്ണ തിളച്ച് വന്നിട്ട് നമ്മളെ മീനിട്ട് കൊടുക്കാം. ഇതാ, ഇനി ഓരോ സൈഡും തിരിച്ച് ഇട്ട് കൊടുക്കണം, അപ്പം തന്നെ നമുക്കത് വേകാൻ പറ്റുള്ളൂ. ഓരോ സൈഡും അതിപ്പം ചട്ടിയുടെയും വെളിയിൽ നിൽക്കുകയാണ്, അപ്പോൾ നമുക്ക് പൊക്കിയിട്ട് ഓരോരോ സൈഡും കൊടുക്കണം. അതുപോലെ വെളിച്ചെണ്ണ ഇങ്ങനെ കോരി ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണയ്ക്കകത്ത് അങ്ങ് കുളിക്കണം അവൻ. മീൻ വറുക്കാൻ എപ്പോഴും നല്ല വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. നമ്മുടെ വെളിച്ചെണ്ണയിലെല്ലാം കുളിപ്പിച്ചെടുത്തിട്ടുണ്ട്. തലയും എല്ലാ ഭാഗം, മീനിൻ്റെ തലയാണല്ലോ ഏറ്റവും കൂടുതൽ ടേസ്റ്റുള്ള ഭാഗം. അപ്പോൾ ഓരോരോ സൈഡായിട്ട് തിരിച്ചിട്ട് കൊടുക്കണം. ഒരുപാട് വേഗണ്ട കേട്ടോ, കാരണം നമുക്കതിനുള്ള മസാല വേറെ നമ്മൾ റെഡിയാക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അങ്ങനെ നമുക്ക് മസാല റെഡിയാക്കാനുള്ള ചട്ടി അടുപ്പിൽ വെക്കാം. തക്കാളി, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്ത ഒരു മസാല കേട്ടോ. അതിനകത്തേക്ക് നമ്മൾ വാളംപുളി പിഴിഞ്ഞൊഴിക്കണ്ടേ.
അങ്ങനെ വാളംപുളിയും കൂടെ പിഴിഞ്ഞെടുത്ത് ഒഴിച്ചു. ഇനി ഒരു തേങ്ങയുടെ പാൽ, ഒരു തുള്ളി വെള്ളം ചേർക്കാണ്ട് ഞാനങ്ങ് പാലെടുത്തു കേട്ടോ. ഇതാ നല്ല പാല് കണ്ടോ, കുറുക പാല്. ഒരുപാട് മുഴുത്ത തേങ്ങയുമല്ല, ഇടത്തരം തേങ്ങ, അതിൻ്റെ ഒരു പാലും. അപ്പോൾ ഇതെല്ലാം കൂടെ പറ്റിച്ച് എടുക്കുവാണ് നമ്മൾ. അങ്ങനെ മീൻ വാങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് മൊരിപ്പിക്കാൻ വെക്കണില്ല, ലൈറ്റായിട്ട് മൊരിഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതിനെ കോരി ഒഴിച്ച് അങ്ങ് കുളിപ്പിക്കാം കേട്ടോ. നമ്മുടെ മസാല പുരട്ടി കൊടുക്കുവാണ്. വായിലൊക്കെ ചെറുതായിട്ട് വെള്ളം വരുന്നില്ലേ? എൻ്റെ വായിൽ വെള്ളം വന്നുകൊണ്ട് പറഞ്ഞ കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നത്, ഇപ്പം നമ്മൾ വെളിയിലൊക്കെ പോയി ഇത്രയും വലിയൊരു മീനൊക്കെ മേടിക്കണമെങ്കിൽ ഒരു 10,000 രൂപയൊക്കെ കൊടുക്കണം. 5 സ്റ്റാർ ഹോട്ടലിൽ പോയി നമ്മൾ ഇത്രയും വലിയൊരു മീൻ പൊരിച്ചത് വാങ്ങി കഴിക്കണമെങ്കിൽ. നമുക്ക് അങ്ങനെ മീനെ തേച്ച് കുളിപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മസാലയെല്ലാം പുരട്ടി ഇതാ ഇവിടെ തീറ്റ അംഗമാണ് നടക്കുന്നത്. ഓരോരുത്തരായിട്ട് കിള്ളിപ്പറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പവും പൊറോട്ടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. മീൻ പോയ വഴി അറിഞ്ഞില്ല കണ്ടോ, മീൻ്റെ മുള്ള് മാത്രമായി. ഇതാ